അങ്ങനെ മനുവേട്ടൻ കടപ്പാട്ടൂരിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പുള്ളി ഇങ്ങനെ മനുവേട്ടനും അതുപോലെ അലീനയും തമ്മിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ, അവരുടെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്ത് വല്ലാണ്ട് വിഷമിച്ച് ഇങ്ങനെ കാറിൽ തന്നെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം പുള്ളി വണ്ടിയിൽ നിന്ന് അപ്പോഴത്തേക്കിന് അയാളുടെ അമ്മയോട് ഒന്നിപ്പോൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ ആകെ പറഞ്ഞു തുള്ളിയിട്ട് എന്തൊക്കെയോ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കി. അതുപോലെ ബാക്കി കുടുംബാംഗങ്ങളും അതിനകത്ത് ഇടപെട്ട് അങ്ങനെ എല്ലാവരും ഒരു ചെറിയ ക്ലാഷൊക്കെ നടക്കുന്നുണ്ട്. ആ ക്ലാഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ബാലേന്ദ്രൻ്റെ കാര്യമൊക്കെ ഗംഗേട്ടൻ നിരത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മനുവേട്ടൻ റൂമിലേക്ക് പോവുകയാണ്. വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോഴത്തേനും ഗംഗേട്ടൻ ചോദിക്കുകയാണ്, ശരിക്കും നിൻ്റെ ക്ഷീണം മനസ്സിനാണോ അതോ ശരീരത്തിനാണോ മനു എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ മനു പറയുകയാണ് മനസ്സിൻ്റെ ക്ഷീണമാണ് കൂടുതലും. എന്നിട്ട് പറയുകയാണ് അലീന കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് യാത്രയാകുമ്പോഴെനിക്ക് അവിടെ ഉണ്ടാവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് കുളത്തൂപ്പുഴ ചെല്ലുമ്പോൾ അവിടെ ആരുടെ വീട്ടിലേക്കാണ് പോണേന്ന് വല്ലതും അലീനയ്ക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അന്നേരം മനു പറയുന്നുണ്ട് എന്തായാലും അവിടെ എത്തുന്നതിന് മുമ്പേ ബാലേന്ദ്രൻ അങ്കിൾ പറയുമായിരിക്കും, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ട്. ഗംഗേട്ടൻ ചോദിക്കുകയാണ് പോയി ചെന്നിട്ട് ഇതുവരെ വിളിച്ചില്ലേ, എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി എന്നിങ്ങനെ പുള്ളി പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനുവിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ആകെ വാടി നിൽക്കുകയാണ്. അന്നേരം പുള്ളി പറയുന്നുണ്ട് വിളിച്ചില്ല, വിളിക്കുമായിരിക്കും, പക്ഷെ എന്നെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം എന്തായാലും വിളിക്കും, അതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം വളരെ ക്യൂട്ട് ആൻഡ് സ്വീറ്റായിട്ട് ഗംഗേട്ടനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീന മറ്റെന്തെങ്കിലും ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കിന് ആകെ നാണിച്ച് എന്നാ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ മനുവേട്ടൻ പറയുന്നത് അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഗംഗേട്ട എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് മനുവേട്ടൻ പറയാണ് പ്രതീക്ഷ തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തന്നിട്ടുണ്ട്, ആ തന്നതിലും കൂടുതൽ ഒരു വിശ്വാസം ഒരു പ്രതീക്ഷ എനിക്കുണ്ടെന്ന് താനും. അപ്പം ഗംഗേട്ടൻ ഭയങ്കര സന്തോഷത്തിൻ്റെ തോളത്തൊക്കെ തട്ടിയിട്ട് പറയുന്നുണ്ട് മനു നമുക്ക് നോക്കാം എന്നാന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിയാം. അപ്പം എന്നിട്ട് ചോദിക്കുകയാണ് വല്യച്ഛൻ കിടക്കണില്ലേ. അപ്പം പുള്ളി പറയുകയാണെ 1-2 കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടതിന് ശേഷം കിടക്കാം ഏറ്റവും പറഞ്ഞിട്ട് മനുവേട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ അലീന മനുവേട്ടനെ വിളിക്കുകയാണ്. ഹലോ മനുവേട്ട എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി പറയുന്നുണ്ട് പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എവിടെയാണ് മനുവേട്ടൻ എന്നപ്പോൾ അലീന ചോദിക്കുന്നു. അപ്പം പുള്ളി പറയുന്നുണ്ട് കുറച്ച് നേരം മുമ്പ് വരെ ഞാൻ കടപ്പാട്ടൂരുണ്ടായിരുന്നു, ഇപ്പം ഞാൻ കൊല്ലപ്പള്ളിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അലീന പറയണം മനുവേട്ടൻ കടപ്പാട്ടൂരുണ്ടായിരുന്നല്ലോ, ഒരാശ്വാസമായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്കിനപ്പം മനു ചോദിക്കുകയാണ് ഞാൻ കടപ്പാട്ടൂരുണ്ടെങ്കിൽ നിനക്കെന്തിനാ അതിനാശ്വാസം. അപ്പം നമ്മുടെ അലീന പറയാണ് മനുവേട്ടൻ കടപ്പാട്ടൂരുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ആശ്വാസമാണ്, പിള്ളേരെ നോക്കിക്കോളും, അത് അച്ഛൻ ഉണ്ടതിനേക്കാട്ടിലും പോലും എനിക്ക് ഇഷ്ടം മനുവേട്ടൻ നിൽക്കുന്നതാണ് അവിടെ, എങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്നിങ്ങനെ അലീന പറയുകയാണ്. ഇതിലേക്ക് നമ്മുടെ മനുവേട്ടൻ താങ്ക് യു, നിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ഒരു പ്രശംസയൊക്കെ കേട്ടിട്ട് കുറേ നാളായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ അപ്പോഴത്തേക്കിനും മനുവേട്ടൻ പറയാം അതൊക്കെ പോട്ടെ, നീ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുക. അപ്പം അലീന പറയാണ് ഞാനിപ്പോൾ കുളത്തൂപ്പുഴയുള്ളൊരു വീട്ടിലിരിക്കുന്നു. അപ്പം മനുചേട്ടൻ ചോദിക്കുകയാണ് ആരുടെ വീട്, എങ്ങനത്തെ വീട്, ആരൊക്കെ ഉണ്ട് അവിടെ, നിനക്ക് അവിടെയൊക്കെ ഇഷ്ടമായോ, എല്ലാം പറ. അപ്പോഴത്തേക്കിനും അലീന ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പറയാം, അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കറക്റ്റായിട്ട് ജെന്യുവനായിട്ട് തന്നെ അതിന് മറുപടി പറയണം. മനുവേട്ടൻ എന്നോട് കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഉടനെ മനുവേട്ടൻ പറയാണ് നീ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കരുത്, നീ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കണം ആ ചോദ്യം ചോദിക്കുന്നത്. അച്ഛൻ എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന് മനുവേട്ടൻ നേരത്തെ അറിയാമായിരുന്നു അല്ലേ. അങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിനും മനുവേട്ടൻ പറയുന്നത് കുളത്തൂർപ്പുഴയിലോട്ട് അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ, എല്ലാവരോടും പറഞ്ഞായിരുന്നല്ലോ. ആൻ്റലി ജോസഫ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ മനുവേട്ടനോട് പറഞ്ഞായിരുന്നോ. എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്കിളിനോട് ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇതൊക്കെ നമ്മുടെ അലീന ചോദിക്കുകയാണ് എന്താണ് മനസ്സിലാക്കിയത് അതിൽ നിന്ന്. ഇത്രയും ചോദിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ അങ്ങോട്ട് കഴിയുകയാണ്.